ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ കുമാരി. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് കരുതുന്നു. എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം ജഗദീശ്വരൻ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നമ്മുടെ 28 ദിവസത്തെ മാജിക് പ്രാക്ടീസിൻ്റെ ഇന്ന് 15ാമത്തെ ദിവസമാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നിങ്ങളോടൊരു സോറി പറയുകയാണ്. കാരണം എനിക്ക് കുറച്ച് ഗ്യാപ്പ് വന്നു, എൻ്റെ പേഴ്സണലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ 15ാമത്തെ ദിവസമാണ്. നമുക്ക് അതായത് എങ്ങനെ നമ്മുടെ മാന്ത്രികമായിട്ട് നമ്മുടെ ബന്ധങ്ങളെങ്ങനെ മെച്ചപ്പെടുത്താം, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ നമ്മൾ എന്തെങ്കിലുമൊക്കെ ബന്ധങ്ങളിൽ നമുക്ക് ചെറിയ ചെറിയ വിള്ളലുകളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കുമല്ലേ, അതെങ്ങനെ നമുക്ക് മാന്ത്രികമായി ഈ കൃതജ്ഞതയിലൂടെ നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം, അത് നല്ലൊരു ബന്ധമാക്കി ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു ചെറിയ വിള്ളലുകൾ വന്നാൽ നമുക്കൊരുപാട് വിഷമങ്ങളാണ് അല്ലേ. നമ്മൾ പറയും വിഷമമില്ല എന്നെങ്കിൽ, എന്നാലും നമ്മുടെ ഉള്ളിൽ വിഷമമുണ്ടാവും. അപ്പോൾ അതെങ്ങനെ നമുക്കത് മാറ്റിയെടുത്ത് നല്ലൊരു രീതിയിൽ മുന്നോട്ട് പോകാം, അതിനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല പല ബന്ധങ്ങളിൽ തകർച്ചകൾ, നമ്മുടെ സുഹൃത്തുക്കളായിട്ടോ ബന്ധുങ്ങൾ, സഹോദരന്മാരോ മാതാപിതാക്കളോ അല്ലെങ്കിൽ നമ്മുടെ പങ്കാളിയൊക്കെ ആയിട്ട് എന്തെങ്കിലും വിഷമങ്ങളൊക്കെ ഉണ്ടാവും. നമ്മുടെ ഹൃദയത്തിൽ വലിയ വേദനകൾ, അങ്ങനെയുള്ളൊരു ബന്ധങ്ങളിൽ തകർച്ച വരുമ്പോൾ നമുക്ക് ഒരുപാട് വേദനകളും വിഷമങ്ങളൊക്കെ ഉണ്ടാവും. പലരും പുറത്തേക്ക് കാണിക്കില്ല, എങ്കിലും ഉള്ളിൽ വലിയ വിഷമമായിരിക്കാം. അപ്പോൾ ഏത് ബന്ധമായിക്കോട്ടെ, നമ്മളെ ഭാര്യ ഭർത്താവോ മാതാപിതാക്കളോ സഹോദരങ്ങളോ നമ്മുടെ സുഹൃത്തുക്കളോ ആരായാലും ആ ബന്ധത്തിന് നമുക്ക് ഒരുപാട് നല്ല രീതിയിൽ മാറ്റിയെടുക്കാൻ നമുക്ക് എങ്ങനെ സാധിക്കും. അപ്പോൾ ആ തകർന്ന ബന്ധങ്ങളിൽ എന്തെങ്കിലും വിഷമങ്ങൾ വരുമ്പോൾ നമ്മൾ എന്തായിരിക്കും, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരിക്കൊണ്ടിരിക്കുകയുള്ളൂ അല്ലേ. ഇപ്പോൾ ഒരു സുഹൃത്തുക്കളാണ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലാണെങ്കിലും പരസ്പരം നമ്മളൊരിക്കലും പഴിചാരാതെ, അവർ പറയും നമ്മുടെ കുറ്റമാണ്, നമ്മൾ അവരുടെ കുറ്റങ്ങളും പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരിക്കലും നമ്മളൊരു വിട്ടുവീഴ്ചയ്ക്കോ അല്ലെങ്കിൽ അവിടെ ഒരു കൃതജ്ഞതയ്ക്കോ ഒരു സ്ഥാനവും ഇല്ല. അതുവരെ നമ്മുടെ ജീവിതത്തിലുണ്ടായ 90% നല്ല കാര്യങ്ങൾ നമ്മൾ ഓർക്കാൻ പോലും നമുക്ക് നേരമില്ല. നല്ല രീതിയിൽ പോയൊരു ബന്ധമായാലും എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ അതിൽ കടിച്ചു തൂങ്ങി അതിൽ തന്നെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മളെപ്പോഴും അങ്ങോട്ട് അവരെ കുറ്റം നമ്മളെ പറയും, നമ്മൾ അവരെ കുറ്റം പറഞ്ഞുകൊണ്ട് ഓരോ കാര്യങ്ങൾ വീണ്ടും 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 എടുത്തു പറഞ്ഞുകൊണ്ട് നമ്മൾ പഴിചാരിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരിക്കലും ജീവിതത്തിൽ നമുക്കൊരു കൃതജ്ഞത ഉണ്ടാവാൻ വഴിയില്ല അല്ലേ. നമ്മളൊരിക്കലും ആ നല്ല കാര്യങ്ങൾ പറയില്ല. അതുവരെ അവർക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടായിരിക്കും, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്ന വ്യക്തിയായിരിക്കാം. പക്ഷെ നമ്മളൊരിക്കലും അത് വിട്ടുകൊടുക്കില്ല, പരസ്പരം എല്ലാവരും. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്, ഒരിക്കലും ഒരു കൃതജ്ഞത നമ്മളിൽ ഉണ്ടാവുന്നില്ല. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ തന്നെ നമ്മുടെ മനസ്സിനെ നമ്മൾ ശരിയാക്കി എടുക്കണമെങ്കിൽ നമ്മൾ കൃതജ്ഞത പറയണം. അപ്പോൾ ആ ബന്ധങ്ങളിൽ വിഷമങ്ങളിൽ വിദ്വേഷത്തിൽ നമ്മൾ കടിച്ചു തൂങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്, നമുക്ക് തന്നെയാണ് അതിൻ്റെ ദോഷം വന്ന് സംഭവിക്കുന്നത്. ആ ബന്ധം ഒരിക്കലും അത് നല്ല രീതിയിൽ പോവില്ല. നമ്മൾ ഈ വിദ്വേഷം വൈരാഗ്യങ്ങളും വീണ്ടും വീണ്ടും അത് പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ ആ ബന്ധം നല്ല രീതിയിൽ പോകുമോ. നല്ല രീതിയിൽ ആക്കിയെടുക്കണമെങ്കിൽ കൃതജ്ഞതയ്ക്ക് ഒരുപാട് ശക്തിയുണ്ട്. നമ്മൾ പലതിലും പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്, നമ്മുടെ ഇതിലൂടെ നമ്മൾ പറയുന്നത് 28 ദിവസത്തെ പ്രാക്ടീസിലൂടെ ഇത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അതെങ്ങനെ മാറ്റിയെടുക്കുക. നമ്മളൊരാളോട് വിദ്വേഷം ദേഷ്യം വൈരാഗ്യമൊക്കെ വെച്ചിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്മളൊരു കത്തുന്ന തീക്കനൽ കയ്യിൽ പിടിച്ചിരിക്കുന്ന പോലെയാണ്. നമ്മൾ തന്നെയാണ് എരിഞ്ഞടങ്ങിക്കൊണ്ടിരിക്കുന്നത്, കത്തി അമർന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പറയാറുണ്ട്, അവൾ വരട്ടെ, ഞാൻ ഇനി ഒരിക്കലും അവളോട് മിണ്ടില്ല, ഇനി എൻ്റെ ജീവിതത്തിൽ അവൾ വേണ്ട, അല്ലെങ്കിൽ അങ്ങനെ പല ഇതുകൾ നമ്മൾ പറയാറുണ്ട്. അവളിനി വരുമ്പോൾ ഞാൻ കാണിച്ചു കൊടുക്കാം, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അങ്ങനെയൊക്കെ നമ്മൾ നിത്യജീവിതത്തിൽ എല്ലാവരുടെ ജീവിതത്തിലും പല പല ചെറിയ ചെറിയ കാര്യങ്ങളായാലും നമ്മൾ പറയാറുണ്ട്. പക്ഷെ അവിടെ എന്താണ് ദോഷം സംഭവിക്കുന്നത്, നമുക്ക് തന്നെയാണ് അതിൻ്റെ ദോഷം, നമ്മൾ തന്നെയാണ് സ്വയം കത്തി അമർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതൊരു ബന്ധമായിക്കോട്ടെ, നമ്മൾക്കിപ്പോൾ നിങ്ങളൊരു മുൻ ഭർത്താവ് നിങ്ങൾക്കുണ്ടായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ അയൽക്കാരായിക്കോട്ടെ ആരായിക്കോട്ടെ, അവർക്ക് അതുവരെ അവർക്ക് ഒരുപാട് നല്ല ഗുണമില്ല. ഏത് വ്യക്തികൾക്കും നല്ലതും ചീത്തയായിട്ടുള്ള ഒരുപാട് ഗുണങ്ങളുണ്ടാവും അല്ലേ. നമ്മൾക്കൊരു ദേഷ്യം വന്നു കഴിയുമ്പോഴാണ് അവരുടെ എല്ലാ നല്ല ഗുണങ്ങളും അവർ കളഞ്ഞിട്ട് നമ്മൾ ആ കുറച്ച് ഇതിൽ മാത്രം കടിച്ചു തൂങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഭാര്യയാണ് ഭർത്താവാണ്, അപ്പോൾ നിങ്ങളൊരു ഡൈവോഴ്സ് കഴിഞ്ഞൊരു വ്യക്തിയാണ്, ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മളപ്പോൾ പിന്നെ അവരിൽ കുറ്റങ്ങൾ മാത്രം നമ്മൾ കാണുന്നുള്ളൂ. നിങ്ങളൊരു സമയത്ത് പ്രണയിച്ച സമയത്ത് അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ സമയത്ത് എന്തുമാത്രം നല്ല ഗുണങ്ങളാണ് അദ്ദേഹത്തിൽ കണ്ടിട്ടുണ്ടായിരിക്കുക. നിങ്ങൾ ആ കുഞ്ഞുങ്ങളെ നോക്കുമ്പോൾ അദ്ദേഹം ഉണ്ടായിരുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളെ കിട്ടിയത് അല്ലേ. അങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കാം. അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ. നമുക്ക് സുഹൃത്തുക്കളായാലും അല്ലെങ്കിൽ നമ്മുടെ മക്കളായാലും ഇനിയിപ്പോൾ ആരായാലും നമ്മൾ എന്തെങ്കിലും നെഗറ്റീവ് വന്നു കഴിയുമ്പോൾ പിന്നെ നമ്മളതിൽ കടിച്ചു തൂങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അവരിലെ നല്ല ഗുണങ്ങൾ കാണാൻ ശ്രമിക്കുക. ഇവിടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണതും അത് തന്നെയാണ്.
നമ്മൾ ഇപ്പോൾ നിങ്ങൾക്കൊരു തകർന്നൊരു ബന്ധമാണ്, ഡൈവോഴ്സായ ബന്ധമായാലും നമ്മൾ വീണ്ടും കൂടി ചേരാനല്ല നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്യുന്നത്. ഇനി ചേരാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും നമുക്ക് ചെയ്യാം. ഇവിടെ ചെയ്യുന്നത് നമ്മുടെ മനസ്സിലെ ആ മാലിന്യം, വിഷമം, നമ്മളുള്ളിൽ കത്തിയിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് കളഞ്ഞ് നമ്മൾക്ക് മനസ്സിനൊന്ന് ശാന്തമാക്കാനും നല്ലൊരു വ്യക്തിയായിട്ട് മാറാനാണ് നമ്മളിത് പ്രാക്ടീസ് ചെയ്യുന്നത്. ഇപ്പം ഇനി നിങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ നിങ്ങളുടെ ബന്ധം തകർന്നുകൊണ്ടിരിക്കുകയാണ്, നല്ല രീതിയിലല്ല ബന്ധം പോകുന്നുണ്ടെങ്കിൽ നമുക്കിത് ഉടനടി നമുക്ക് പ്രാക്ടീസ് ചെയ്ത് ആ ബന്ധത്തിന് ഏറ്റവും നല്ല രീതിയിലാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് അവരിൽ ഒരു 10 ഗുണമെങ്കിലും നമ്മൾ കാണും. നമ്മളിതിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊന്ന് സ്വസ്ഥമായിട്ടിരിക്കുക, അവരെക്കുറിച്ചൊന്ന് ആലോചിക്കുക. അവരുണ്ടായിരുന്ന സമയത്ത്, നല്ല സമയത്ത് നിങ്ങൾ എങ്ങനെയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ നല്ല സമയത്ത് നിങ്ങൾ എങ്ങനെയാണ് ആയിരുന്നു, അദ്ദേഹത്തിലെ ഗുണങ്ങൾ എന്തൊക്കെയായിരുന്നു, നമ്മളൊന്ന് മനസ്സിലിരുത്തി ഒന്ന് കാണും. എന്നിട്ട് അവരുടെ ഒരു 10 ഗുണങ്ങൾ അവരിൽ നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുക. 10ൽ കുറയാതെ തന്നെ നമുക്ക് കണ്ടെത്തും. ഒരുപാട് ഗുണങ്ങൾ നമ്മളിൽ എല്ലാവരിലും ഉണ്ട്. എത്ര മോശം വ്യക്തികളിലും എന്തെങ്കിലുമൊക്കെ ഗുണങ്ങളുണ്ടാവും അല്ലേ? ആ ഗുണങ്ങളെ നമുക്കത് തേച്ച് നമ്മൾ നല്ല രീതിയിൽ കാണാൻ ശ്രമിക്കുമ്പോൾ ആ എന്താ പറയുക, ചുട്ടുപഴുത്തുകൊണ്ടിരിക്കുന്ന ആ കാര്യത്തിന് നമ്മളൊരു സ്വർണ്ണമാക്കി മാറ്റാനും നമുക്ക് പറ്റും. ആ ബന്ധത്തിന് നല്ല രീതിയിലാക്കാൻ പറ്റും. എങ്ങനെ? അവരിലെ നല്ല ഗുണങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ട പ്രാക്ടീസ് ഇതാണ്. നിങ്ങൾക്ക് ആരെങ്കിലോടും ഒരു വ്യക്തിപരമായ ഏതെങ്കിലും തരത്തിൽ ഒരാളോട് ദേഷ്യമോ വൈരാഗ്യമോ, ഇനിയിപ്പോൾ കുടുംബത്തല്ല നിങ്ങളുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ജോലി സ്ഥലത്തോ എവിടെ ഉണ്ടെങ്കിലും അവരെക്കുറിച്ച് 10 അവരെ നോക്കുക, തിരഞ്ഞെടുക്കുക, എത്ര പേരുണ്ട്, അവരെക്കുറിച്ചൊരു 10 കാര്യങ്ങൾ നല്ലത് എഴുതി വെക്കുക. എന്നിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. അവരുടെ പേര് പറയുക. അവരിലെ 10 ഗുണങ്ങൾ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ അവരുടെ പേര് പറയുക. എന്നിട്ട് ഞാൻ ഒരുപാട് നന്ദിയുള്ളവളാണ്. എന്തിനാണ് നന്ദിയുള്ളതെന്നും കൂടി നമ്മൾ എഴുതുമ്പോൾ, അതായത് ഇപ്പോൾ നിങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന്, അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു സപ്പോർട്ട് തന്നതിന്, എൻ്റെ വിഷമിച്ച സമയത്ത് എൻ്റെ കൂടെ നിന്നതിന്, അങ്ങനെ 10 കാര്യങ്ങൾ വിശദമായിട്ട്. ഇപ്പോൾ ഭർത്താവാണെങ്കിൽ, മുൻ ഭർത്താവാണെങ്കിൽ അദ്ദേഹം ചെയ്ത നല്ല കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതാം. ഇനി സുഹൃത്താണെങ്കിൽ നമുക്ക് ഒരുപാട് നല്ല നന്മകളൊക്കെ ചെയ്തിട്ടുണ്ടാവും സുഹൃത്ത്. അപ്പോൾ ആ കാര്യങ്ങൾ എഴുതാം. അതിനൊക്കെ ഓരോന്നും എഴുതിയിട്ട് 10 കാര്യങ്ങൾ തുടർച്ചയായിട്ട് എഴുതിയിട്ട് നമ്മൾ നന്ദി പറയും, അവരെ പേര് പറഞ്ഞുകൊണ്ട്. ഇന്ന കാര്യത്തിന് ഒരുപാട് നന്ദിയുണ്ട്, ഞാൻ അതിനെ ഒരുപാട് അംഗീകരിക്കുന്നു, സ്നേഹിക്കുന്നു. അങ്ങനെ 10 കാര്യങ്ങൾ എഴുതി കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മുടെ മനസ്സിലെ കുറേ വിദ്വേഷങ്ങളൊക്കെ മാറിയിട്ടുണ്ടായിരിക്കാം. നമ്മൾ അവരിലെ നന്മകൾ കണ്ടെത്തി അതിന് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ നമ്മൾക്ക് അങ്ങനെ എഴുതേണ്ടത് നമ്മൾ ഒരു ദിവസം മാത്രമല്ല, നമ്മൾ കുറച്ച് ദിവസം നമ്മളിൽ ആ വിദ്വേഷം, ആ വ്യക്തിനെ ഓർക്കുമ്പോൾ അവരിൽ നിന്നുള്ള നമ്മൾക്ക് അവരോടുള്ള വിദ്വേഷം അല്ലെങ്കിൽ ദേഷ്യം മാറിപ്പോണ വരെ നമ്മളിത് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ കുറച്ച് ദിവസം നിങ്ങൾക്ക് എത്രയാണോ സാധിക്കുന്ന അത്ര ദിവസം ഇത് പ്രാക്ടീസ് ചെയ്യുക. അതാണ് നമുക്ക് വേണ്ടത്. നമ്മൾക്ക് വേണ്ടി തന്നെയാണ് നമ്മളിത് ചെയ്യുന്നത്. ഇനി ഒരു തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു ബന്ധത്തിനെ നല്ല രീതിയിലാക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. അല്ല ഇനി അടുത്ത സുഹൃത്തുക്കളാണ് അല്ലെങ്കിൽ അയൽവക്കത്തുള്ളവരാണ് ഒക്കെ, എങ്ങനെ നമുക്ക് ഈ ബന്ധത്തിന് ഏറ്റവും രീതിയിൽ നമുക്ക് ഈ മാന്ത്രിക പരിശീലനം കൊണ്ട്, നമുക്ക് ഈ കൃതജ്ഞത കൊണ്ട് തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. നമ്മളിതിങ്ങനെ മനസ്സിൽ വെച്ച് നമ്മുടെ ജീവിതം നശിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? നമ്മൾ തന്നെയാണ് അതിലെരിഞ്ഞടങ്ങുന്നത്. അപ്പോൾ അതിനെ മാറ്റിയെടുക്കാനാണ് നമ്മളിത് പ്രാക്ടീസ് ചെയ്യുന്നത്. ഒരുപാട് നല്ല റിസൾട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യുക. നല്ലൊരു മനസ്സിനുടമയാവുക. എന്നാലാണ് നമുക്ക് അടുത്ത കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ മനസ്സിലുള്ള എല്ലാ ആ തീക്കനൽ നമ്മൾ കെടുത്തി നമ്മൾ നല്ലൊരു വ്യക്തിയായിട്ട് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യാം. പിന്നെ നമ്മൾ ചെയ്യുന്ന പോലെ എല്ലാ ദിവസവും രാവിലെ നമ്മൾ 10 അനുഗ്രഹങ്ങൾ, നമുക്ക് ലഭിച്ചിട്ടുള്ള 10 അനുഗ്രഹങ്ങൾ എഴുതണം. എല്ലാ ദിവസവും എഴുതുന്നതാണ്. എന്നിട്ട് അതിന് നന്ദി പറയാം. രാത്രി നമ്മൾ മാന്ത്രിക കല്ല് അല്ലേ വെച്ചുകൊണ്ട് നമുക്ക് നന്ദി പറയുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് രാവിലെ നമ്മൾ ഈ പ്രാക്ടീസ് ചെയ്യുമ്പോൾ രാവിലെ 10 അനുഗ്രഹങ്ങൾക്ക് നന്ദി എഴുതുക. പിന്നെ ഈ കാര്യങ്ങൾ എഴുതിയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ തുടർച്ചയായിട്ട് ചെയ്യേണ്ടത്, എല്ലാ ദിവസവും ചെയ്യേണ്ട പ്രാക്ടീസാണ് നമ്മുടെ രാവിലെയുള്ള 10 അനുഗ്രഹങ്ങളും പിന്നെ രാത്രി മാന്ത്രിക കല്ലും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളത് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യുക. എല്ലാവരുടെ ജീവിതത്തിലും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും നല്ലൊരു വ്യക്തികളായിട്ട് മാറുക, ജീവിതത്തിൽ ആഘോഷിക്കുക, സന്തോഷിക്കുക, നല്ലൊരു ജീവിതം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഓക്കെ.